ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആദിക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിൽ രണ്ടെണ്ണം ലഞ്ച് ബോക്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ചിപ്പി ചോദിക്കേണ്ടി ഇതെന്താ രണ്ട് ലഞ്ച് ബോക്സ്? ഈ അമ്മയുടെ ഒരു കാര്യം, എനിക്ക് ഒരുപാട് ഫുഡ് എപ്പോഴും തരും എന്ന് പറയാണ്. ചിപ്പി എടുത്ത് ഇഷിത പറയണ്ട, മോളെ ഇതിൽ ഒരു ലഞ്ച് ബോക്സ് നിനക്കുള്ളതാണ്, മറ്റേ ലഞ്ച് ബോക്സ് നിനക്കുള്ളതല്ല. പിന്നെ അത് ആർക്കുള്ളതാ? അത് ആദിച്ചേട്ടനുള്ളതാണ്. കൊള്ളാം, എനിക്ക് മനസ്സിലായി. പക്ഷേ ആദിച്ചേട്ടൻ ഞാൻ കൊടുത്താ വാങ്ങിക്കും അമ്മേ? തീർച്ചയായിട്ടും വാങ്ങിക്കും. മോള് സ്നേഹത്തോട് കൊടുത്ത ആദിച്ചേട്ടൻ തീർച്ചയായിട്ടും വാങ്ങിക്കും. അവനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് സന്തോഷമാവുള്ളൂ മോളെ. അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് നീ കൊടുക്കുന്ന ഈ ഒരു ലഞ്ച് ബോക്സ് അവൻ തീർച്ചയായിട്ടും വാങ്ങിക്കും എന്ന് പറയാണ്. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് ലവ് യു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ട ഉമ്മയൊക്കെ കൊടുത്ത് ക്ലാസ്സിലേക്ക് പോവാട്ടോ നമ്മുടെ ചിപ്പി. അങ്ങനെ ക്ലാസ്സിലെത്തി കഴിയുമ്പോഴേക്കും ലഞ്ച് ടൈം ആകാണ്. ലഞ്ച് ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ആദിയുടെ ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുവാണ് ചിപ്പി. ചിപ്പിനെ കാണുന്നതും ആദ്യം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കാണ്. അല്ല ആദിച്ചേട്ടൻ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഞാൻ ഭക്ഷണം കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്യും. അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പറഞ്ഞില്ലല്ലോ, എന്തു പറ്റി? നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമൊന്നും ഇപ്പില്ല. ഞാൻ ആദിച്ചേട്ടനെ ഒരു സമ്മാനം തരാൻ വേണ്ടി വന്നതാണ്. സമ്മാനോ? എന്ത് സമ്മാനം? അത് ആദിച്ചേട്ടന് തരാനുള്ള ഫുഡായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഫുഡോ? ഇതെന്താ ലഞ്ച് ബോക്സ് ആണോ? അതെ. ആദിച്ചേട്ടൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഇത് കഴിച്ചോ? അതിനെ ഞാൻ പട്ടിണി കിടക്കുന്നിടത്തൊന്നല്ലേ വന്നത്. എനിക്ക് നല്ല 5 സ്റ്റാർ ഫുഡാ അമ്മ വെച്ചിരുന്നിരിക്കണത്, കേട്ടല്ലോ. ആദിച്ചേട്ടൻ എപ്പോഴും ന്യൂഡിൽസും ഒക്കെയല്ലേ കഴിക്കണത്. ചോറും കറികളൊക്കെ കൊണ്ടുവന്നത് വളരെ കുറവല്ലേ. ഇതൊന്ന് കഴിച്ചു നോക്കുക, ആദിച്ചേട്ടന് ഇഷ്ടം. എനിക്കിഷ്ടല്ല. എനിക്ക് ചോറും കറികളെക്കാളും ഇഷ്ടം ഫ്രൈഡ് റൈസും ഇതുപോലെ തന്നെ ന്യൂഡിൽസും കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് ചോറൊന്നും ഇഷ്ടമല്ല. നീ കൊണ്ടേ കഴിച്ചോ എന്ന് പറയാണ്. ആദിച്ചേട്ടൻ പ്ലീസ്, ഞാനിത് ആദിച്ചേട്ടനെ വേണ്ടി കൊണ്ടുവന്നതാണ്. ആദിച്ചേട്ടൻ ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ഈ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ആദിച്ചേട്ട. എന്തോരം പേരാ ഫുഡ് കഴിക്കാതെ നമ്മുടെ ഇവിടെ കാലഘട്ടത്തിൽ അങ്ങനെ കഷ്ടപ്പെടുന്നത്. ആദിച്ചേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ. ഒത്തിരി നേരത്തെ ഫുഡ് കിട്ടാൻ പോലും എത്ര പേരുടെ മുമ്പിൽ ഓരോരുത്തർ കൈ നീട്ടണത്. നമുക്ക് ഫുഡ് ദൈവമായിട്ട് ഇത്രയും ഫുഡ് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് അനുഗ്രഹമായിട്ട് കാണണം. നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. ആദിച്ചേട്ടൻ ഇത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച്, ഓ നിന്റെ ഒരു കാര്യം. നീ എന്തിനാ ഇപ്പൊ എനിക്ക് ഫുഡ് കൊണ്ടുവന്നത്? നിനക്കെന്താ എന്നെ അത്ര ഇഷ്ടമാണോ? പിന്നെ എനിക്ക് എന്റെ ചേട്ടനെ ഇഷ്ടമാണ്. എനിക്കിന്ന് ഫുഡ് എടുത്തപ്പോഴേക്കും അമ്മ ചേട്ടനും കൂടി എടുത്തു. ഓ അപ്പൊ നിന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണോ അത്? അതെ. ഓ എന്നാ എനിക്ക് വേണ്ട. ആദിച്ചേട്ടാ അങ്ങനെ പറയല്ലേ. ആരുണ്ടാക്കിയാലും എന്താ, സ്നേഹത്തോട് ഉണ്ടാക്കി തന്ന ഫുഡല്ലേ. ആദിച്ചേട്ടൻ കഴിക്കേ എന്ന് പറയാണ്. ആദിച്ചേട്ടാ. ഓ ആദിച്ചേട്ടന്റെ മടിയാണെങ്കിൽ ഞാൻ തന്നെ വാരിത്തരാം എന്ന് പറഞ്ഞിട്ട് ലഞ്ച് ബോക്സ് ചിപ്പി തുറക്കുവാണ്. ശേഷം അതിലെ കറികളെല്ലാം കൂടി കുഴച്ച് നല്ല ഉരുളയാക്കിയിട്ട് ആദിക്ക് കൊടുക്കുവാണ്. അത് കഴിക്കണത് ആദ്യം ആ രുചിയിൽ അങ്ങനെ വീണു പോകാട്ടോ. താൻ കഴിക്കുന്ന ന്യൂഡിൽസും അതുപോലെ ഫ്രൈഡ് റൈസിനെക്കാളൊക്കെ എന്ത് രുചിയാ ഈ നാടൻ കറികൾക്കും ചോറിനെയൊക്കെ. ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, അപാര ടേസ്റ്റ്. ചിപ്പി, ഇത് നിന്റെ അമ്മ ഉണ്ടാക്കിയതാണോ ചോദിക്കാണ്. അതെ, എന്റെ അമ്മ ഉണ്ടാക്കിയതാണ്, ഇഷിതാമ്മ ഉണ്ടാക്കിയതാണ്. ആണോ? എന്താ ഇഷ്ടോ ചേട്ടന്? തരക്കേടില്ല. നിന്റെ അമ്മക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണോ? അതെ, എന്റെ അമ്മക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഈ ലോകത്ത് എന്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്. ഓ അപ്പോ അമ്മക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലേ? അതെ, എന്നെ മാത്രല്ല ഏട്ടനെയും അമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാന്നേ. ഏട്ടനെ കുറിച്ച് അമ്മ എപ്പോഴും സംസാരിക്കാറുണ്ട്. അമ്മ എന്താ സംസാരിക്കാറ്? ഏട്ടൻ പാവമാണെന്നും നല്ല കുട്ടിയാണെന്നും നല്ല വഴിക്ക് കൊണ്ടുവരണം, നന്നായിട്ട് പഠിക്കണമെന്നും നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണെന്നും അവൻ നല്ല നിലയിൽ എത്തുമെന്നൊക്കെ എപ്പോഴും അമ്മ പറയും. ഈ ഫുഡ് ചേട്ടനെ കൊണ്ട് കഴിപ്പിക്കാൻ അമ്മ എന്നോട് പറഞ്ഞത്. ചേട്ടന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ ഫുഡ് ഞാൻ കൊണ്ടുവരാം എന്ന് പറയുമ്പോ, വേണ്ട വേണ്ട, നീ എനിക്ക് വേണ്ടി അത്ര ഒന്നും കഷ്ടപ്പെടണ്ട. നിന്റെ അമ്മയടുത്ത് പറഞ്ഞേക്ക് എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഷ്ടപ്പെടണ്ടെന്ന്. അമ്മക്ക് ഇത് കഷ്ടപ്പാടല്ലേട്ടാ, ചേട്ടന് അമ്മേനെ ശരിക്കും അറിയാനിട്ടാണ്. ചേട്ടൻ ശരിക്കും അമ്മേനെ അറിഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴും അമ്മേനെ കുറ്റം പറയണ ആകാശങ്ങളും രചനാമ്മയും എപ്പോഴും അമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അമ്മയുടെ നല്ലത് കൂടി ചേട്ടൻ കാണാൻ വേണ്ടി ശ്രമിക്കണം. അവര് പറഞ്ഞു കേട്ട അറിവല്ല ചേട്ടനുള്ളത്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതാ, എനിക്ക് നന്നായിട്ട് അറിയാം ആരാണ് നല്ലത് ആരാണ് ചീത്തയെന്ന്. എന്തായാലും ഞാനതൊന്നും പറയാൻ പോണില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ എന്ന് അത് പറയാണ്. അപ്പൊ ആദ്യം പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടം എന്ന് പറയാണ്. ഇത് അമ്മയടുത്ത് ഞാൻ വൈകിട്ട് പോയിട്ട് പറയാം, അമ്മക്ക് ഭയങ്കര സന്തോഷമാവും എന്ന് പറയാണ്. അങ്ങനെ ആദ്യം ഭയങ്കര സന്തോഷമാവട്ടോ. തിരിച്ച് വീട്ടിലെത്തിയ ചിപ്പിനെയും കാത്ത് ഇഷിത ഇങ്ങനെ വാദിക്കാൻ തന്നെ നിൽക്കാണ്, എന്താണ് റെസ്പോൺസ് എന്ന് അറിയാനായിട്ട്. അങ്ങനെ ചിപ്പി വരുന്നുണ്ട്. ഇഷിത ചോദിക്കണ്ട്, മോളെ എന്തായി, ആദിക്ക് ഫുഡ് കൊടുത്തോ? എങ്ങനെ ഉണ്ടായിരുന്ന റെസ്പോൺസ്? അവന് ഇഷ്ടമായോ? ആദിച്ചേട്ടന് ഒത്തിരി ഇഷ്ടമായി. ഒരു വറ്റ് പോലും ബാക്കി വെക്കാതെ ആദിച്ചേട്ടൻ ലഞ്ച് ബോക്സിൽ ഫുഡ് ഫുള്ളും കഴിച്ചു. സത്യമാണോ? സത്യമാണ് അമ്മേ. അമ്മ ഇനിയും ഫുഡ് ഉണ്ടാക്കി തന്ന ആദിച്ചേട്ടൻ കഴിക്കും, ഞാൻ കഴിപ്പിച്ചോളാം. ഞാനായി ആദിച്ചേട്ടൻ ഫുഡ് വാരി കൊടുത്തത്, മിടുക്കി എന്നൊക്കെ പറയാണ്. മഹേഷിന് അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാവുന്നുണ്ടോ. തന്റെ പരീക്ഷണം വിജയിച്ചു അല്ലേടോ
ഞാൻ പറഞ്ഞില്ലേ മഹേഷ്, അവൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ തന്നെ വരുമെന്ന്. തീർച്ചയായിട്ടും അവൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും മഹേഷ് എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എനിക്കിപ്പോ തന്നെ പൂർണ്ണ വിശ്വാസമുണ്ടോ അവൻ ഇവിടെ വരുമെന്ന്, എനിക്കിപ്പോ വിശ്വാസമുണ്ട് എന്നൊക്കെ മഹേഷും പറയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വിനോദ് സുചിത്രനെ വിളിയാണ്. സുചിത്രണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, എടുത്താലോ കട്ട് ചെയ്ത് കളയാണ് ചെയ്യണത്. അങ്ങനെ സുചിത്രനെ കാണാതിരിക്കാൻ വേണ്ടി വിനോദിന് പറ്റുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ വിനോദ് ഇടിച്ചു തള്ളി 100ലേക്ക് വരുവാണ്. അങ്ങനെ വാതിൽ മുട്ടുമ്പോഴേക്കും നമ്മുടെ സുചിത്ര തന്നെയാണ് വാതിൽ തുറക്കണത്. സുചിത്ര വാതിൽ തുറക്കണതും മൈൻഡ് ചെയ്യാതെ അകത്ത് കയറി പോവാണ്. സുചിത്ര എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് വിനോദ്. അത് കേൾക്കാത്ത പോലെ പോകുവാണ് നമ്മുടെ സുചിത്ര. അത് കണ്ടുകൊണ്ട് അനുഗ്രഹം അങ്ങോട്ടേക്ക്, ആഹാ ഇതാരും വിനോദോ, വാ വാ കേറി വാ, എന്റെ വിളിക്കുന്നുണ്ട് മാഷച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ പ്രിയാമണി മാഷൊക്കെ വരുന്നുണ്ട്. അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാലോ. അനുഗ്രഹക്ക് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അവർ അനുഗ്രഹം മുമ്പിൽ അഭിനയിക്കുകയാണ്. ആഹാ ഇതാരും മണവാള ചെക്കനോ, മറ്റന്നാളല്ലേ വിവാഹ നിശ്ചയം, വാ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞു. സുജി നിന്റെ അടിപൊളി കോഫി ഒന്ന് ഇട്ട് കൊടുത്ത് വിനോദിന് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം വിനോദാണെങ്കിൽ സുചിത്രടുത്തൊന്ന് സംസാരിക്കാൻ വന്നിട്ട് ഇവിടെ ഇവളും ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് മഹേഷ് വരുന്നുണ്ട്. മഹേഷിന് എന്തൊരു സംശയം തോന്നുവാട്ടോ, ഈ സുചിത്രയും വിനോദിനിടയിൽ എന്തൊക്കെയോ ഉണ്ടോന്നൊരു സംശയം മഹേഷിനെ തോന്നുവാണ്. മഹേഷ് ഈ കാര്യം ഇഷിതടുത്ത് പറയണ്ട്, വിനോദ് ഇന്ന് അവിടെ വന്നിരുന്നു, സുചിത്രനെ കാണാനെന്ന് തോന്നുന്നു വന്നത്, പക്ഷെ അനുഗ്രഹം തെറ്റിദ്ധരിച്ചു, അനുഗ്രഹനെ കാണാൻ വെച്ചിട്ട്. അല്ല സുചിത്രേനടുത്ത് എന്താ അവന് എന്തൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോ ഇഷിത പറയണ്ട, അത് മഹേഷിനെ മനഃപൂർവ്വം പറയാത്തയാണ്, പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ. എന്താടോ കാര്യം? അത് വിനോദും സുചിത്രയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. താൻ എന്തൊക്കെയാ പറഞ്ഞത്? വിനോദും സുചിത്രയോ? ഇതെപ്പോ? അവര് ഒരുപാട് നാളായി പ്രണയത്തിലാണ്. കോളേജ് നാളെന്ന് മുതലേ വിനോദിന് സുചിത്രടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വിവേകായിട്ട് ബ്രേക്കപ്പ് ആയപ്പോ വിനോദ് വീണ്ടും സുചിത്രനെ പ്രൊപ്പോസ് ചെയ്തു, അവളത് ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രണയത്തിലായിരുന്നു. അതിനിടക്ക മഹേഷ് അനുഗ്രഹയുടെ വിവാഹാലോചന കൊണ്ടുവന്നെന്ന് പറയാൻ പറ്റില്ല, അത് ഉറപ്പിച്ചത്. പിന്നെ വിനോദിനാണെങ്കിൽ മഹേഷിനെ ധിക്കരിച്ചിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം ചേട്ടൻ വിഷമോകോ, ചേട്ടൻ അതൊരു ബുദ്ധിമുട്ടാവില്ല വെച്ച് മഹേഷിന്റെ ഇഷ്ടം നോക്കിയിട്ട് വിനോദ് സുചിത്ര അടുത്ത് വേണ്ട അനുഗ്രഹമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ അവർക്ക് കുറ്റബോധം ഉണ്ട് വിനോദിന്. സുചിത്ര പക്ഷെ ഒഴിഞ്ഞു മാറി നടക്കാനാണ്. പക്ഷെ വിനോദിനാണെങ്കിൽ പറ്റുന്നില്ല സഹിക്കാൻ. വിനോദിന് അത്രമാത്രം ഇഷ്ടമാണ് അവളെ. ഒരുപാട് വർഷമായിട്ട് അവളെ മനസ്സിൽ കൊണ്ട് നടക്കുക വിനോദ്. അത് കേൾക്കുമ്പോഴേക്കും മഹേഷിനാകെ തലക്ക് പ്രാന്ത് പിടിക്കുന്ന പോലത്തെ അവസ്ഥയാവട്ടെ. ഈശ്വര, ഞാൻ തന്റെ അനിയന്റെ മനസ്സ് അറിയാതെ ആ വിവാഹം ഉറപ്പിച്ചില്ല, ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കണം മഹേഷ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരള ചാപ്റ്റർ പോയാലും കുഴപ്പമില്ല, തന്റെ അനിയന്റെ ഇഷ്ടം അത് സുചിത്രയും അവനെയും അവരുടെ പ്രണയം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കല്യാണം നടത്തണമെന്ന് മഹേഷിനെ തീരുമാനിക്കും കേട്ടോ. മിക്കവാറും അനുഗ്രഹക്കല്ല വിനോദിനെ കിട്ടാൻ വേണ്ടത്, സുചിത്രക്ക് തന്നെയാണ് വിനോദിനെ കിട്ടുക. അത് അങ്ങനെ തന്നെ ആവാനാണ് ഇപ്പൊ ചാൻസ് കേട്ടോ. മഹേഷ് എന്തായാലും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അനുഗ്രഹയുടെ വിനോദിന്റെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. സുചിത്രയുടെ കൈ തന്നെ വിനോദിനെ പിടിച്ച് ഏൽപ്പിക്കാനാണ് ചാൻസ്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.